പറ. അതെ, ഇങ്ങനെ വെറുതെ ഓരോന്ന് സംസാരിക്കാൻ എന്നെ വിളിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. കാശിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായാൽ മാത്രം എന്നെ വിളിച്ചാൽ മതി. ആ തുകയ്ക്കൊന്നും നടപടിയാവില്ല. അപ്പൊ നീ കുഞ്ഞിന്റെ കാര്യം മറന്നേക്ക്. നിന്നെ പോലൊരു പാഴിന്റെ കുഞ്ഞിനെ വളർത്താനുള്ള തലയിലെഴുത്തൊന്നും എനിക്കില്ല. അവന്റെ ഒരു കിന്നാരം. നിനക്ക് എങ്ങനെയാടി സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്? ഒന്നുമില്ല, നീ ഒരു അമ്മയല്ലേ. ഇത്ര ദുഷ്ടതരം കാണിക്കരുത്. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പുറകെ നോക്കി നടക്കാൻ ആരും ഉണ്ടാവില്ല. ഞാൻ തന്നെ വേണ്ടി വരും. നിങ്ങളെപ്പോലുള്ള ആണുങ്ങള് കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടാവൂ. ഈ ജീവിതകാലം മുഴുവൻ ഇഷ്ടമല്ലാത്ത ഒരുത്തന്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് നടക്കാൻ എനിക്ക് വട്ടൊന്നുമില്ല. ഇനി അങ്ങനെ വല്ല നിർബന്ധവും ഹരീഷിനുണ്ടെങ്കിൽ അവൻ എനിക്ക് തക്കതായ പ്രതിഫലം തരട്ടെ. അപ്പ ആലോചിക്കാം. എടി, നീ വാശിയൊക്കെ ഒന്ന് മാറ്റിവെക്കേ. എന്നിട്ട് ഹരീഷുമായി വീണ്ടും ഒന്നിച്ച് ജീവിക്കാനുള്ള വഴി നോക്ക്. അത് നടക്കുന്നുള്ള ഒരു പ്രതീക്ഷ അച്ഛന് വേണ്ട. ഞാനിതൊക്കെ വേണ്ടാന്ന് വെക്കുന്നതിന്റെ ഏറ്റവും വലിയ കാരണം തന്നെ അതാ. പുതിയ ഒരാളുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലാൻ ശ്രമിക്കുമ്പോ ഒരു കുഞ്ഞൊക്കെ ഒരു ബാധ്യതയാവും. എടി, ഹരീഷിന് എന്തൊരു കുറവ്? അതെ, ഭർത്താവ് കൂടെ ഉണ്ടാവുമ്പോ ആരിക്കാണൊരുത്തൻ കൂടെ ഉണ്ടെന്ന് തോന്നണം. അത് അവന്റെ കൂടെ കഴിയുമ്പോ എനിക്ക് കിട്ടുന്നില്ല. ഒരു പ്രശ്നം വന്ന അവൻ എന്നെ ഇട്ട് ചോടും. അവനെയൊക്കെ വിശ്വസിച്ച് എങ്ങനെ ജീവിക്കാനാ? ആണുങ്ങളായ നെഞ്ചു മിരിച്ചു നിന്ന് പ്രശ്നങ്ങളെ നേരിടണം. ഉദാഹരണത്തിന് ആ ഗിരിയെ തന്നെ എടുക്ക്. എന്താ ഒരു ആണത്തം! ഹരീഷും അവന്റെ ബന്ധുക്കളും അന്ന് എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ വന്നപ്പോ അവൻ ഒറ്റയ്ക്ക് അവരെ അടിച്ചോടിച്ചതൊന്ന് കാണണമായിരുന്നു. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഗിരി കല്യാണം കഴിഞ്ഞ് ഒരുത്തനാണെന്നുള്ള കാര്യം നീ മറക്കരുത്. അച്ഛൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. പിന്നെ അവൻ ഇപ്പൊ വിവാഹിതനാണെന്ന് കരുതി എപ്പോഴും അങ്ങനെ തുടരണമെന്നില്ലല്ലോ. എപ്പോ വേണമെങ്കിലും ആർക്കും എന്തും സംഭവിക്കാമല്ലോ. അല്ല, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല. പിന്നെ നീ എടുത്ത് ചാടി തീരുമാനങ്ങളൊന്നും എടുക്കണ്ട. നിനക്ക് വേറെ ആരെങ്കിലും കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ പറ്റിയാളെ ഞാൻ തെരഞ്ഞെടുത്തോളാം. അയ്യോ വേണ്ട. അച്ഛൻ തെരഞ്ഞു കണ്ടുപിടിച്ചതാണല്ലോ ഹരീഷ്. ഇനി എന്റെ ഇഷ്ടത്തിനുള്ളൊരു പയ്യനെ ഞാൻ തെരഞ്ഞെടുത്തോളാം. ഡിവോഴ്സ് കഴിഞ്ഞ സ്ത്രീധനവും നഷ്ടപരിഹാരവും ഒക്കെയായി ഹരീഷിന്റെ കയ്യിൽ നിന്ന് നല്ലൊരു തുക കിട്ടും. പിന്നെ എന്നെ സംരക്ഷിക്കാൻ നല്ല മിടുക്കുള്ളൊരു ചെക്കനെ കൂടി കിട്ടിയാ മതി. നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊന്നും കാണണ്ട. സ്വപ്നം കാണുന്നതിന് എന്തിനാ അച്ഛാ തടസ്സം പറയുന്നേ? അത് നമ്മുടെ ഇഷ്ടം പോലെ കാണാനുള്ളതല്ലേ. നടക്കോ ഇല്ലയെന്നൊക്കെ ഉള്ളത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. മോനെ, എന്താ അമ്മേ? കുട്ടിക്കാലം മുതൽ പോലീസുകാരോട്, പ്രത്യേകിച്ച് മാധവനോടുള്ള വെറുപ്പ് നിന്റെ മനസ്സിൽ വളർന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് നിന്റെ അച്ഛനോട് അവര് കാണിച്ച ക്രൂരത കൊണ്ടാണെന്ന് ഞാൻ സമാധാനിക്കാറുണ്ടായിരുന്നു. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അതിന് ഞാനും ഒരു കാരണക്കാരിയായിട്ടുണ്ട്. നീ മാധവനോട് ചെയ്ത ക്രൂരതയ്ക്ക് ഞാനും കൂടി ഉത്തരവാദിയാണെന്ന് ആലോചിക്കുമ്പോ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട്. പ്രതികാരത്തിന്റെ വഴി തെറ്റാണെന്ന് ഞാൻ നിന്നെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കണമായിരുന്നു. അമ്മ, ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാ വിശ്വസിക്കാത്തത്? മാധവൻ സാറിനോട് എനിക്ക് അടങ്ങാത്ത പകയുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്ന് കരുതി ഒരാളെ കൊല്ലാൻ മാത്രം മനസാക്ഷി ഇല്ലാത്തവനൊന്നും അല്ല ഞാൻ. നീ പറയുന്നതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? നിന്റെ കുഞ്ഞിനെയാണ് മഞ്ജു ചുമക്കുന്നത്. സത്യമല്ല അറിഞ്ഞ സ്ഥിതിക്ക് ആ കുഞ്ഞിന്റെ കാര്യം ഇനി അവള് ശ്രദ്ധിക്കൂ? സ്വന്തം അച്ഛന്റെ കൊലയാളിയുടെ കുഞ്ഞിന് ജന്മം നൽകാൻ ഏതെങ്കിലും പെൺകുട്ടി ആഗ്രഹിക്കൂ? സ്വപ്ന പറയുന്ന കേട്ട് അമ്മ ഓരോന്ന് തെറ്റിദ്ധരിക്കണ്ട. മാധവൻ സാറിനെ കൊന്നത് ഞാനല്ലെന്ന് മഞ്ജുവിനും അറിയാം. ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കണം.
ഗിരിയേട്ടനാണ് എന്റെ അച്ഛനെ കൊന്നതെന്ന് എനിക്ക് തോന്നിയിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ വീട്ടിൽ തുടരില്ലായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കുമായിരുന്നു. ഗിരിയേട്ടൻ അല്ല അത് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പാ. എന്റെ അച്ഛന്റെ കൊലയാളിയെ ഞാൻ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമ്പോ അമ്മയെ പോലെ ഈ നാട്ടുകാർക്കൊക്കെ അത് ബോധ്യമാവും. ഇവൻ നിരപരാധിയാണെങ്കിൽ പിന്നെ നിങ്ങൾ തമ്മിൽ എന്തിനാ മോളെ വഴക്ക് കൂടുന്നത്? എന്റെ അച്ഛനെ കൊന്നത് ആരാണെന്ന് ഗിരിയേട്ടൻ അറിയാം. അയാളെ സംരക്ഷിക്കുന്നത് നിർത്തി അയാൾക്കെതിരെ സാക്ഷി പറയാൻ ഗിരിയേട്ടൻ തയ്യാറായി കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. നീ എന്തിനാടാ ആ കൊലയാളി സംരക്ഷിക്കാൻ നോക്കുന്നത്? അയാൾ ആരാണെന്ന് ഇവളോട് പറ. ഗിരിയേട്ടൻ അത് സാധിക്കില്ല അമ്മേ. കൊലയാളി ഗിരിയേട്ടന് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളാ. ഭാര്യയേക്കാൾ വലുതാണോ നിനക്ക് ആ മനുഷ്യൻ? ഒന്നുമല്ലെങ്കിലും ഒരാളുടെ ജീവനെടുത്ത് ദുഷ്ടനല്ലേ? നീ എന്ത് മിണ്ടാതെ നിൽക്കുന്നേ? നിനക്ക് ഇത്രയും വേണ്ടപ്പെട്ട ആ കൊലയാളി ആരാ? എന്നോട് പറ. അതാരാണെന്ന് അമ്മ എന്നോട് ചോദിക്കരുത്, ഞാൻ പറയില്ല. ഞാൻ നിന്റെ അമ്മയാ. ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ നീ ചെന്ന് ചാടി എന്നറിഞ്ഞിട്ടും ഒന്നും അന്വേഷിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനുള്ള ബാധ്യത നിനക്കുണ്ട്. അമ്മ പറയുന്നതെല്ലാം ശരിയാണ്, പക്ഷേ ഈ വിഷയത്തിൽ അമ്മ ഇടപെടരുത്. മഞ്ജുവിന് ശരിയെന്ന് തോന്നുന്നു അവള് ചെയ്യട്ടെ. എനിക്കും എന്റേതായ ശരികളുണ്ട്. നിങ്ങൾ ഇങ്ങനെ പരസ്പരം പോരടിച്ചാ അത് ബാധിക്കാൻ പോകുന്നത് നിങ്ങളുടെ കുഞ്ഞിനെയാ. എനിക്കത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ച് അമ്മ വിഷമിക്കണ്ട. ഒരു കുഴപ്പവും വരാതെ കുഞ്ഞിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അതിന്റെ വഴിക്ക് പോകും. പക്ഷെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ടും ചെയ്യും. ഒരിടത്ത് അടങ്ങിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ കേക്കില്ല. എടോ, അത്ര നേരത്തെങ്കിലും വായിച്ചാലേ അതും തലേ കയറൂലേ? പിന്നെ ഇങ്ങനെ ഒരു തവണ വായിക്കുമ്പോഴേക്കും എല്ലാം അങ്ങ് തലയിലേക്ക് കയറുമല്ലേ. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാനിട്ട മോക്ക് ടെസ്റ്റിലെ പ്രതീക്ഷയ്ക്ക് വകയായിട്ട് ഒന്നുമില്ല. ശ്ശോ. എടോ, താനിങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കില്ലേ? ഇത്തവണ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതേ അവസാനത്തെ പരീക്ഷ എഴുത്തായിരിക്കും. ഇനി ഒരു കുടുംബം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാൻ എനിക്ക് വയ്യ. ഭഗവാനെ, ഞാനേ മജിസ്ട്രേറ്റ് ടെസ്റ്റ് ചെയ്താൻ വേണ്ടി പോവാ. ഇത്തവണയെങ്കിലും ഞാൻ പാസ്സായില്ലെങ്കിലേ എന്റെ ദാമ്പത്യം പോലും പ്രശ്നത്തിലാവും. കുറെ ആയല്ലോ ഈ പരീക്ഷ എഴുത്തൊക്കെ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഈ കൊല്ലം എന്റെ അവസാനത്തെ ശ്രമമായിരിക്കും. ഞാനൊരു ജഡ്ജ് ആകണോ വേണ്ടയോ എന്ന് പൂർണ്ണമായിട്ടും ഞാൻ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുക. അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. ടെൻഷൻ അടിക്കാതെ കൂളായിട്ട് എഴുതിയാൽ മതി. ഓക്കെ? അടോ, പിന്നെ എനിക്ക് എക്സാം കഴിഞ്ഞാൽ ഉടൻ ബാർ അസോസിയേഷനിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. വൈകിയാണെങ്കിൽ ഞാൻ നാളെ രാവിലെ എത്തുള്ളൂ. ഓക്കെ? ഓക്കെ. പോട്ടെ. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങുമ്പോ ഭാഗ്യത്തിന് മധുരം തരണമെന്ന് കാരണവന്മാര് പറയും. ആയിക്കോട്ടെ. ഇതല്ല മധുരം കേട്ടോ. എന്നാ ഇറങ്ങിക്കും.